ഇന്ന് എന്നെ ഏറെ ചിന്തിപ്പിച്ച ഒരു മുക്കുവൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളിൽ പലരും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യം കൂടി ഈ കഥയിലുണ്ട്. എന്നാൽ നമുക്ക് ഈ കഥയിലേക്ക് കടക്കാം. പതിവ് പോലെ മുക്കുവൻ മീൻ പിടിക്കാനായി കടലിൽ പോയി. മത്സ്യം കിട്ടിയതുകൊണ്ട് തന്നെ അയാൾ വളരെയധികം സന്തോഷത്തിലായിരുന്നു. അയാൾ അതിലെ വലിയൊരു മീൻ ഭാര്യയെ ഏൽപ്പിച്ച് ബാക്കി മീനുമായി അയാൾ മുക്കുവൻ്റെ ഭാര്യ മീൻ മുറിച്ചപ്പോൾ എന്തോ തിളങ്ങുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു വലിയ രക്തക്കല്ലായിരുന്നു. മുക്കുവൻ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി ആ രത്നക്കല്ല് കൊടുക്കുകയുണ്ടായി. എന്നിട്ട് അവർ പറഞ്ഞു, ഒരു രത്നവ്യാപാരിയുടെ അടുത്ത് കൊടുത്താൽ നല്ല വില കിട്ടാതിരിക്കില്ല. അതോടെ ഇത് വില തന്നു വാങ്ങാൻ എന്നെക്കൊണ്ട് ശേഷിയില്ല. എന്റെ വീടും എന്റെ കടയും തന്നാലും ഇതിന് പകരമാകില്ല. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, പട്ടണത്തിന്റെ ഗവർണറെ കാണൂ. ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ പറ്റുമായിരിക്കും. മുക്കുവൻ ഗവർണറെ സമീപിച്ചു. പക്ഷേ ഗവർണർ പറഞ്ഞു, ഇത് വില നിങ്ങൾ രാജാവിന്റെ അടുത്ത് ചെല്ലൂ. ഒരേ നോട്ടത്തിൽ ഈ രത്നം വാങ്ങാൻ ഈ രാജ്യത്ത് അതല്ലാതെ മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല. മുക്കുവൻ രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു വന്ന കാര്യം ഉണർത്തി. മുക്കുവൻ രാജകൊട്ടാരത്തിലെത്തി രാജാവിനോട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ ആ രത്നക്കല്ല് സമർപ്പിച്ചു. രാജാവിന് വളരെ സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, നാം വളരെ കാലമായി ഇത്തരമൊരു രത്നക്കല്ലിനായി തിരയുകയായിരുന്നു. നമുക്ക് സന്തോഷമായി. പക്ഷേ ഇതിൻ്റെ വിലക്ക് തക്കതായി നാം എന്ത് നൽകും? എന്ത് നൽകിയാലും അത് അധികമാവില്ല. നാം ഇതാ നമ്മുടെ ഖജനാവ് താങ്കളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു. താങ്കൾക്കിതിൽ പ്രവേശിക്കാം. 6 മണിക്കൂർ സമയം. 6 മണിക്കൂറാണ് ഞാൻ തരുന്ന സമയം. അതിനിടയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ശേഖരിക്കാം. അത് താങ്കൾക്ക് സ്വന്തം. മുക്കുവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല. താൻ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത പലതരം കനികൾ, കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ, അങ്ങനെ സമ്പത്തിന്റെ കൂമ്പാരങ്ങൾ. രത്നവുമായി വീട് വിട്ട് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി. എന്തായാലും ആദ്യം തന്റെ വയറു നിറക്കാം, പിന്നീട് ആവശ്യത്തിന് സമ്പത്ത് ശേഖരിക്കാം എന്നതായിരുന്നു മുക്കുവൻ കരുതിയത്. അയാൾ ആർത്തി പൂണ്ട് കായ്ക്കനികളും പഴച്ചാറുകളും ആവോളം അകത്താക്കി. താൻ ഇതുവരെ ഇത്ര രുചിയുള്ള ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോഴാണ് അവിടെ വെച്ചിട്ടിരിക്കുന്ന പട്ടുമെത്ത അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തായാലും ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് ബാക്കി കാര്യം എന്ന് അയാൾ കരുതി. ഒന്ന് മെല്ലെ വിശ്രമിച്ചു. എത്ര മാർദ്ദവമുള്ള വിരിപ്പുകൾ! അയാൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അധികം താമസിയാതെ അയാൾ ഗാഢനിദ്രയിലാണ്ടു. ഭാണ്ഡാര സൂക്ഷിച്ച് അയാൾ ചാടിപ്പിടിച്ചെഴുന്നേറ്റത്. അപ്പോഴേക്കും രാജാവ് അയാൾക്ക് കൊടുത്ത 6 മണിക്കൂർ കഴിഞ്ഞിരുന്നു. അയാളാണെങ്കിലോ ഒന്നും എടുത്തതുമില്ല. ആ കിങ്കരന്മാർ അയാളോട് കൽപ്പിച്ചു, നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഇവിടം വിട്ട് പുറത്തേക്ക് പോകണം. നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു. ഉടനെ ഇവിടം വിട്ടു പോകണം. എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു 2-3 മിനിറ്റ് സമയം നീട്ടിത്താ, ഞാൻ എന്തെങ്കിലും ഒന്ന് എടുത്തോട്ടെ. അയാൾ ആ കിങ്കരന്മാരോട് കാല് പിടിച്ച് അപേക്ഷിച്ചു. പക്ഷേ 1 മിനിറ്റ് പോലും നീട്ടിക്കൊടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. അവർ അയാളെ പിടിച്ച് കൊട്ടാരത്തിന് വെളിയിൽ തള്ളി. അയാൾ തൻ്റെ ദുർവിധിയോർത്ത് പൊട്ടിക്കരഞ്ഞു. വിധിയെ പഴിച്ചിട്ടെന്ത് കാര്യം? എല്ലാം തൻ്റെ വിഡ്ഢിത്തം കൊണ്ട് സംഭവിച്ചതാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. തനിക്ക് നീണ്ട 6 മണിക്കൂർ നേരം രാജാവ് തന്നതാണ്. പക്ഷേ അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയില്ല. തെറ്റ് തൻ്റെ മാത്രം തെറ്റ്. ആ മുക്കുവൻ്റെ കഥ പോലെയാണ്. അല്ലാഹു നമുക്ക് ഒരുപാട് സമയം തന്നിട്ടുണ്ട്. പക്ഷേ ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നാം അത് കളയുന്നു. ഒരിക്കൽ സമയം കഴിഞ്ഞാൽ ആ നഷ്ടപ്പെട്ട അവസരങ്ങളും ആ നഷ്ടപ്പെട്ട സമയവും ഒന്നും ഒരിക്കലും തിരിച്ചു വരില്ല. പിന്നീട് ചെയ്യാം എന്ന ചെറിയ വാക്ക് ഒരു വലിയ നഷ്ടമായി മാറും എന്നത്
ഈ മുക്കുവന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലായി. ആ 6 മണിക്കൂറിനുള്ളിൽ മുക്കുവന് ഒരുപാട് സമ്പത്തുകളും ഭക്ഷണങ്ങളും നാണയങ്ങളും രത്നങ്ങളും എല്ലാം ശേഖരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ചെയ്യാം എന്ന ഒരു ചെറിയ വാക്കാണ് മുക്കുവന് തന്റെ സമ്പത്തെല്ലാം നഷ്ടപ്പെടാൻ ഇടയായത്. അതുകൊണ്ട് നമ്മുടെ വിലപ്പെട്ട സമയം ഒരിക്കലും നഷ്ടപ്പെടുത്താതെ കളയാതിരിക്കുക.